നമ്മുടെ മലയാള സിനിമയിൽ നിന്നും നെഗറ്റീവ് വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിമാർ ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അതിനു മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ താരം ആശാ ശരത്താണ്. സീരിയലുകളിലൂടെ സിനിമയിലെത്തിയ ആശാ ശരത്ത് 2012 പുറത്തിറങ്ങിയ ഫ്രൈഡേ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. 2013 ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായ ദൃശ്യം എന്ന സിനിമയിലെ IG ഗീതാ പ്രഭാകർ IPS എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച നായക കഥാപാത്രം ജോർജ് കുട്ടിക്ക് എതിരായി പ്രവർത്തിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നെങ്കിലും ആശാ ശരത്ത് യഥാർത്ഥ വില്ലൻ റോളിലെത്തുന്നത് ജോഷിയുടെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങി സുരേഷ് ഗോപി നായകനായെത്തിയ പാപ്പൻ എന്ന ചിത്രത്തിൽ ഫോറൻസിക് ഡോക്ടർ ഷെർലി സോമസുന്ദരം എന്ന സൈക്കോ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. തന്റെ പക വീട്ടുന്നതിന് വേണ്ടി ഇരകളെ മൃഗീയമായി കൊന്നൊടുക്കുന്ന സൈക്കോ ഡോക്ടറുടെ വേഷത്തിലായിരുന്നു ഈ ചിത്രത്തിൽ ആശാ ശരത്ത് എത്തിയിരുന്നത്. ക്ലൈമാക്സിലാണ് പ്രേക്ഷകർ ആ സത്യം തിരിച്ചറിഞ്ഞിരുന്നത്. നമ്മുടെ അടുത്ത താരം വാണി വിശ്വനാഥാണ്. 90 കാലഘട്ടങ്ങളിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആക്ഷൻ ഹീറോയിനായിരുന്നു വാണി വിശ്വനാഥ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകൾ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ ആക്ഷൻ ഹീറോയിനായി ഇവർ തകർത്തഭിനയിച്ചിരുന്നു. മറ്റു നായികമാരെ അപേക്ഷിച്ച് ആക്ഷൻ രംഗങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിവുള്ള മലയാളത്തിലെ ഒരേ ഒരു താരമായിരുന്നു ഇവർ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ചിരഞ്ജീവി, ഹിന്ദിയിൽ മിഥുൻ ചക്രവർത്തി തുടങ്ങിയവരുടെ നായികയായി ഇവർ അഭിനയിച്ചിട്ടുണ്ട്. പോലീസ് വേഷങ്ങൾ നന്നായി ഇണങ്ങുന്ന ഒരു നായിക കൂടിയായിരുന്നു ഇവർ. കെ മധുവിന്റെ സംവിധാനത്തിൽ 1997 പുറത്തിറങ്ങി സുരേഷ് ഗോപി നായകനായെത്തിയ ജനാധിപത്യം എന്ന സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള വില്ലന്മാരോടൊപ്പമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ മായാപിള്ള IPS എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. വില്ലന്മാരുടെ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്ന നെഗറ്റീവ് കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ഇവർ അവതരിപ്പിച്ചിരുന്നത്. 1998 ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ദി ട്രൂത്തിൽ ചെറിയ രീതിയിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള SP മീന നമ്പ്യാർ IPS എന്ന കഥാപാത്രത്തെയും ഇവർ അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ നായിക കാവ്യ മാധവനും വില്ലൻ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യ മാധവൻ മലയാളത്തിന്റെ ശാലീന സൗന്ദര്യമുള്ള നന്മ നിറഞ്ഞ നായിക കഥാപാത്രങ്ങളെയാണ് കൂടുതലും അവതരിപ്പിച്ചിരിക്കുന്നത്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ നായികയെത്തിയ കാവ്യ മാധവൻ പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളത്തിലെ മുൻനിര നായികമാരുടെ ലിസ്റ്റിലേക്ക് ഉയരുകയായിരുന്നു. എന്നാൽ കെ മധുവിന്റെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങി സുരേഷ് ഗോപി നായകനായെത്തിയ നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന സിനിമയിലാണ് കാവ്യ മാധവൻ ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിൽ ഡബിൾ റോളിലായിരുന്നു കാവ്യ മാധവൻ അഭിനയിച്ചിരുന്നത്. നാദിയ മേത്തർ, നാദിറ മേത്തർ എന്നീ 2 ഇരട്ട സഹോദരിമാരുടെ വേഷത്തിലായിരുന്നു ഇവർ എത്തിയിരുന്നത്. താൻ ആഗ്രഹിക്കുന്ന പുരുഷന് വേണ്ടി തന്റെ സ്വന്തം സഹോദരിയെ ക്രൂരമായി ആക്രമിക്കുകയും സഹോദരിയുടെ ഐഡന്റിറ്റിയിൽ പിന്നീട് ജീവിക്കുകയും ചെയ്യുന്ന ക്രൂര പ്രവൃത്തി ചെയ്യുന്ന കഥാപാത്രമായിട്ടാണ് കാവ്യ മാധവൻ ഈ സിനിമയിൽ അഭിനയിച്ചത്. അതുവരെയുള്ള കാവ്യ മാധവന്റെ സ്ക്രീൻ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രമായിരുന്നു അത്. നമ്മുടെ ഈ ലിസ്റ്റിൽ അടുത്തത് രജിഷ വിജയനാണ്. TV പ്രോഗ്രാം അവതാരികയായിരുന്ന രജിഷ വിജയൻ 2016 പുറത്തിറങ്ങിയ അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് ജോർജേട്ടൻ സ്പൂരം, ഫൈനൽസ്, ജൂണ്, സിനിമാക്കാരൻ തുടങ്ങി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തുടർന്ന് ഒരുപാട് സിനിമകളിൽ നായിക കഥാപാത്രത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അജയ് വാസുദേവന്റെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങി കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ പകലും പാതിരാവും എന്ന ചിത്രത്തിൽ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അടാറ് നെഗറ്റീവ്. ഈ സിനിമയിലെ മേഴ്സി എന്ന കഥാപാത്രം സ്വർണവും പണവും കൈക്കലാക്കുന്നതിന് വേണ്ടി അത്യാഗ്രഹമൂത്ത മേഴ്സി സഹോദരനെയും അച്ഛനെയും അമ്മയെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നു. പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ ആ ക്രൂര കഥാപാത്രത്തെ രജിഷ വിജയൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ ഒട്ടും ഇഷ്ടപ്പെടാത്ത അത്യാഗ്രഹിയായ ക്രൂരയായ നെഗറ്റീവ് കഥാപാത്രത്തെയാണ് ഇവർ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. മാത്രമല്ല 2023 പുറത്തിറങ്ങിയ കൊള്ള എന്ന സിനിമയിലെ നായിക കഥാപാത്രമായ ആനി എന്ന നെഗറ്റീവ് ടച്ചുള്ള മോഷണം നടത്തുന്ന കഥാപാത്രത്തെയും വളരെ മനോഹരമായിട്ട് തന്നെ രജിഷ വിജയൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിലെ അടുത്ത താരം വരലക്ഷ്മി ശരത് കുമാറാണ്. തമിഴിലെ സൂപ്പർ താരം ശരത് കുമാറിന്റെ മകൾ കൂടിയായ വരലക്ഷ്മി ശരത് കുമാർ 2012 പുറത്തിറങ്ങിയ പോടാ പോടി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. എന്നാൽ നിതിൻ രഞ്ജി പണിക്കരുടെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ കസബ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്.
തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം സിനിമകളിൽ ഒരുപാട് കഥാപാത്രത്തെ അവതരിപ്പിച്ച വരലക്ഷ്മി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ ചിത്രത്തിൽ തന്നെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. മമ്മൂട്ടിയുടെ കസബയിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഡോൺ കഥാപാത്രത്തെയായിരുന്നു ഇവർ അവതരിപ്പിച്ചിരുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിലെ അടുത്ത താരം ഖുശ്ബു ആണ്. 1980 പുറത്തിറങ്ങിയ ദ ബേണിംഗ് ട്രെയിൻ എന്ന ഹിന്ദി സിനിമയിലൂടെ ബാലതാരമായി അഭിനയിച്ചാണ് ഖുശ്ബു സിനിമാ രംഗത്തെത്തുന്നത്. ഒരുപാട് സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ച ഖുശ്ബു 1985 മേരി ജംഗ് എന്ന ചിത്രത്തിൽ അനിൽ കപൂറിന്റെ സഹോദരിയായിട്ടാണ് മുതിർന്നതിന് ശേഷം അഭിനയിക്കുന്നത്. പിന്നീട് ഗോവിന്ദ, ജാക്കി ഷറഫ്, ആമിർ ഖാൻ തുടങ്ങിയവരോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. പിന്നീട് 80കളുടെ അവസാനത്തിലും 90കളിലും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആരാധകരുള്ള നായികയായി മാറുകയായിരുന്നു ഖുശ്ബു. മലയാളം, തമിഴ്, തെലുങ്ക് ഉൾപ്പെടെ ഒട്ടുമിക്ക സൗത്ത് ഇന്ത്യൻ ഭാഷകളിലും നായികയായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ സന്ധ്യാമോഹന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ മിസ്റ്റർ മരുമകൻ എന്ന ദിലീപ് ചിത്രത്തിൽ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചത്. രാജമല്ലിക എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള അഹങ്കാരമുള്ളൊരു ക്രൂര കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. എന്നാൽ സിനിമയുടെ അവസാനത്തോടെ ഈ കഥാപാത്രം നന്നാവുന്നുമുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ അടുത്തത് ബിന്ദു പണിക്കരാണ്. 90കളിൽ കോമഡി റോളുകളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും ഇപ്പോൾ അമ്മ വേഷങ്ങളും തിളങ്ങി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന താരമാണ് ബിന്ദു പണിക്കർ. എന്നാൽ 2001 AK ലോഹിദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ സൂത്രധാരനിലാണ് അതുവരെയുള്ള ബിന്ദു പണിക്കരുടെ സ്ക്രീൻ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു വേശ്യാലയം നടത്തുന്ന ദേവമ്മ എന്ന നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചിരുന്നത്. ബിന്ദു പണിക്കർ അതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതയും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയായിരുന്നു ഈ സിനിമയിൽ അവർ അവതരിപ്പിച്ചത്. ഈ സിനിമയിലെ പ്രകടനത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ബിന്ദു പണിക്കർ അതുക്കും മേലെയുള്ള ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ റോഷാക്കിലാണ്. ഈ സിനിമയിലെ സീത എന്ന അമ്മ കഥാപാത്രം സിനിമയുടെ തുടക്കത്തിൽ ശാന്തമായ ഒരു അമ്മയാണെങ്കിലും പിന്നീടാണ് സിനിമയുടെ അവസാനത്തിൽ ഇവരുടെ സൈക്കോത്തരങ്ങൾ പുറത്തു വരുന്നത്. പ്രേക്ഷകനെ ഞെട്ടിച്ച ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അത്. സിനിമ കണ്ട പ്രേക്ഷകൻ ബിന്ദു പണിക്കരുടെ ട്രാൻസ്ഫോർമേഷൻ ഞെട്ടലോടെയാണ് കണ്ടത്. 1964 മുതൽ 1997 വരെ സിനിമാ രംഗത്തുണ്ടായ നടിയായിരുന്നു മീന. ഒരുപാട് ക്യാരക്ടർ റോളുകൾ ഇവരുടെ സിനിമാ കരിയറിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ദുഷ്ടയായ അമ്മയായും അമ്മായി അമ്മയായും നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങളും ഇവർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് 1993 പുറത്തിറങ്ങിയ ജഗദീഷ് ഊർവശി ചിത്രം സ്ത്രീധനത്തിലെ ദുഷ്ടയായ അമ്മായി അമ്മ റോൾ. 1964 മുതൽ 2003 വരെ സിനിമാ രംഗത്തുണ്ടായ നടിയാണ് ഫിലോമിന. ഒരുപാട് കോമഡി റോളുകളും ക്യാരക്ടർ റോളുകളും ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 1991 സിദ്ദിഖ് ലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗോഡ് ഫാദർ എന്ന സിനിമയിലാണ് ഒത്ത വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ടൈറ്റിൽ റോളായ അഞ്ഞൂറാന്റെ ഓപ്പോസിറ്റ് ശക്തമായി നിൽക്കുന്ന ആനപ്പാറയിൽ അച്ചമ്മ എന്ന കഥാപാത്രത്തെയാണ് ഇവർ അവതരിപ്പിച്ചത്. ഈ സിനിമയിൽ അഞ്ഞൂറാന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ കഥാപാത്രം ആനപ്പാറയിലെ അച്ചമ്മ തന്നെയാണ്. അതുവരെയുള്ള ഫിലോമിനാമയുടെ സ്ക്രീൻ ഇമേജിൽ നിന്നും ഒരുപാട് വ്യത്യസ്തവും ശക്തവുമായ കഥാപാത്രമായിരുന്നു ആനപ്പാറയിലെ അച്ചമ്മ. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത താരം ഇന്ദ്രജയാണ്. 1993 പുറത്തിറങ്ങിയ രജനികാന്ത് ചിത്രമായ ഉഴൈപ്പാളിയിൽ ബാലതാരമായിട്ടാണ് ഇവരുടെ സിനിമാ കരിയർ ആരംഭിച്ചത്. പിന്നീട് ഒരുപാട് തമിഴ്, തെലുങ്ക്, മലയാളം സിനിമകളിൽ വേഷമിട്ടു. 2003 സിദ്ദീഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ക്രോണിക് ബാച്ചലറിലാണ് ഇവരൊരു നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിലെ ഭവാനി എന്ന മമ്മൂട്ടിക്ക് ഓപ്പോസിറ്റുള്ള കഥാപാത്രത്തെയാണ് ഇവർ അവതരിപ്പിച്ചത്. നെഗറ്റീവ് റോളുകൾ ചെയ്യുകയാണെങ്കിൽ അത് തങ്ങളുടെ സ്ക്രീൻ ഇമേജിനെയും കരിയറിനെയും ബാധിക്കുമെന്ന് പറഞ്ഞ് നെഗറ്റീവ് റോളുകൾ അവഗണിച്ചു വിടുന്ന ഒരുപാട് നടീനടന്മാരുണ്ട്. അത്തരം സാഹചര്യത്തിലാണ് ഇവർ നെഗറ്റീവ് റോളുകൾ ധൈര്യസമേതം ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും കരിയറിൽ വിജയമുണ്ടാക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള നടിമാരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് കഥാപാത്രങ്ങളും നടിമാരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.